നമസ്കാരം. ഇന്ന് ജൂൺ 18 ചൊവ്വാഴ്ചയാണ്. മിഥുനം 4. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്ന വാർത്ത കേട്ടാണ് നമ്മൾ ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. ഇന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CPIM-ന്റെ 3 ദിവസം നീളുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾ അറിയാം. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനങ്ങൾ ഉയരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് 100 ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാകും. മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് വിശദമായി വിലയിരുത്തിയിരുന്നു. തിരുത്തൽ നടപടികൾക്ക് അന്തിമ തീരുമാനം എടുക്കുക സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. കേന്ദ്ര റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര ഇന്ന് വ്യവസായ പ്രതിനിധികളുമായി ചർച്ച നടത്തും. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും റവന്യൂ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തും. തുടർച്ചയായ 7ാം ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസി സന്ദർശിക്കും. കിസാൻ സമ്മാൻ നിധി തുക കർഷകർക്ക് വിതരണം ചെയ്യും. സിലിഗുഡി ട്രെയിൻ അപകടത്തിന് കാരണം ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതിനെ തുടർന്ന് എന്ന് കണ്ടെത്തൽ. വിശദമായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും റെയിൽവേ. നീറ്റ് പരീക്ഷാഫല വിവാദത്തിൽ ആം ആദ്മി പാർട്ടി ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ഡൽഹി ജന്തർ മന്ദറിൽ രാവിലെ 10 മണിക്കാണ് പ്രതിഷേധം. ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇന്ന് കൂടുതൽ പേരെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യും. കെ മുരളീധരന്റെ തോൽവി പഠിക്കാൻ KPCC ഉപസമിതി ഇന്ന് മുതൽ തൃശൂരിൽ. രാവിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്ന സമിതി വിവിധ മണ്ഡലങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. KC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയിൽ T സിദ്ദിഖും R ചന്ദ്രശേഖരനും അംഗങ്ങൾ. സംസ്ഥാന പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കാൻ JDS സംസ്ഥാന നേതൃയോഗം ഇന്ന്. JDS NDA സർക്കാരിന്റെ ഭാഗമായതോടെയാണ് സംസ്ഥാന നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. JDSന്റെ കേരള ഘടകമായി LDF-ൽ തുടരാൻ കഴിയില്ലെന്ന് CPIM. ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ഇന്ന് രാജിവെക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതിനെ തുടർന്നാണ് രാജി. മന്ത്രിസ്ഥാനത്തു നിന്നുള്ള രാജി മുഖ്യമന്ത്രി പിണറായി വിജയനും MLA സ്ഥാനത്തു നിന്നുള്ള രാജി സ്പീക്കർ AN ഷംസീറിനും നൽകും. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, S മനു എന്നിവരാണ് കേസ് പരിഗണിക്കുന്നത്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം കേൾക്കാനാണ് തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാവുക. 3 തവണ വാദം ബോധിപ്പിക്കാൻ ശ്രീറാം വെങ്കിട്ടരാമൻ സമയം തേടിയിരുന്നു. ഉത്തരേന്ത്യയിൽ വീണ്ടും ഉഷ്ണതരംഗം. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ വരെ ശക്തമായ ഉഷ്ണതരംഗം തുടരും. ബീഹാറിൽ ഇന്നലെ 44 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും കർമ്മങ്ങൾ അവസാനിപ്പിച്ച് ഇന്ന് മിനായിൽ നിന്ന് മടങ്ങും. വൈപ്പിനിൽ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 4ആയി. ഇന്നലെ ഗോവ മഹാരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പ്രത്യേക സംഘം പിടികൂടിയ കേസിലെ 2 പ്രതികളെ കൂടി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മലയാളി യുവാക്കളെ ഹൈവേ കവർച്ചാ സംഘം ആക്രമിച്ച കേസിൽ ഇന്ന് തമിഴ്നാട് പോലീസിന് മുന്നിൽ യുവാക്കൾ ഹാജരാകും. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് യുവാക്കളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. കേസിൽ നിലവിൽ അറസ്റ്റിലായത് 4 പേർ. 2 പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമെന്ന് തമിഴ്നാട് പോലീസ്.
അട്ടപ്പാടി മധു വധക്കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ മാതാവ് മല്ലിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ഇന്ന് വിചാരണ ആരംഭിക്കും. മണ്ണാർക്കാട് SC/ST കോടതിയിലാണ് വിചാരണ. മുക്കാലിയിലെ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രം നടത്തിപ്പുകാരായ അബ്ബാസ്, ഷിഫാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഉത്തർപ്രദേശ്, ബംഗാൾ സ്വദേശികളായ വാഹിദ്, സെഹ്ബാൻ എന്നിവരെയാണ് ഇന്നലെ കാണാതായത്. സംഘത്തിലെ 4 പേരെ ലൈഫ് ഗാർഡ് ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു. ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് രാജിവെക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതിനെ തുടർന്നാണ് രാജി. കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ ഷൂട്ടിംഗ് മത്സരങ്ങൾ ശനിയാഴ്ച മുതൽ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ ബുധനാഴ്ച രാത്രി 8 മണിക്ക് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കൊല്ലം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്തരിച്ച പ്രഥമാധ്യാപകൻ അനിൽകുമാറിനെ അനുസ്മരിച്ച് യോഗം ചേർന്നു. മോഡൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ബോബൻ ജി നാഥ് അധ്യക്ഷത വഹിച്ചു. വർക്കല നഗരസഭ ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ സംഭരണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചുമൂടിയെന്ന് പരാതി. ട്യൂബ് ലൈറ്റ്, ചില്ലുകഷ്ണങ്ങൾ എന്നിവ ഉൾപ്പെട്ട മാലിന്യമാണ് കുഴിച്ചിട്ടത്. പ്രതിഷേധവുമായി പരിസരവാസികൾ. പട്ടിക വിഭാഗ യുവാക്കളെ ആധുനിക സാങ്കേതിക തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി മികവുറ്റവരാക്കുന്ന ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 12-ന് മണ്ണന്തല അംബേദ്കർ ഭവനിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. മണ്ണന്തല അംബേദ്കർ ഭവൻ കേന്ദ്രീകരിച്ചാണ് നോളജ് സിറ്റി പ്രവർത്തിക്കുക. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ BJP കൊല്ലം ജില്ലാ സെക്രട്ടറി KR രാധാകൃഷ്ണൻ അടിയന്തരാവസ്ഥയുടെ കാലത്തെ ഭരണം ആരും മറക്കില്ലെന്നും കൊടിയ പീഡനങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ കാലയളവിൽ നടന്നതെന്നും KR രാധാകൃഷ്ണൻ ആരോപിച്ചു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കൂനമാവ് യൂണിറ്റിന്റെ 44ാമത് വാർഷിക പൊതുയോഗവും പുതിയ വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ കാട് കയറി. യാത്രക്കാർ ദുരിതത്തിൽ. കാട് കയറിയതിനാൽ അറിയാതെ കിണറ്റിലേക്ക് വീണ് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയെന്ന് നാട്ടുകാർ. കോതമംഗലം പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷം. ഇഞ്ചി, വാഴ തുടങ്ങിയ കൃഷികളാണ് കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത്. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. അടൂർ നെല്ലിമുട്ടിൽപ്പടി ഭരണിക്കാവ് റോഡിൽ നെല്ലിമുട്ടിൽപ്പടിക്ക് സമീപത്തുള്ള കുഴി അപകടക്കെണിയാകുന്നു. ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് രൂപമെടുത്ത കുഴിയാണ് വാഹന യാത്രികർക്ക് ഭീഷണിയായത്. അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി പരാതി. ഇടുക്കി KCYM പരിസ്ഥിതി പഠന ശിബിരം കാനിയൻ ലോഗോ പ്രകാശനം നടത്തി. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺ റവർ ജോസ് ഫ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM സംസ്ഥാന പ്രസിഡന്റ് MJ ഇമ്മാനുവൽ അധ്യക്ഷനായി. കൊല്ലം അഷ്ടമുടി മലയേരിക്കൽ കുന്ന് അപകടാവസ്ഥയിൽ. കുന്നിന് താഴെ 20ഓളം വീടുകളും ബോട്ട് ജെട്ടിയും. കുന്നിന്റെ വശങ്ങൾ ഇടിഞ്ഞിറങ്ങുന്നത് ദുരന്തത്തിന് ഇടയാക്കുമെന്ന് നാട്ടുകാർ. ഈ ഫോട്ടോയിൽ കാണുന്ന അന്തോണി എന്ന വ്യക്തിയെ കഴിഞ്ഞ 6-ാം തീയതി വൈകിട്ട് 5 മണി മുതൽ വൈന്തലയിൽ നിന്ന് കാണാതായിട്ടുണ്ട്. 75 വയസ്സാണ് പ്രായം. കാപ്പിപ്പുള്ളി മുണ്ടും കടുംപച്ച ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. വെളുത്ത നിറം, വെലിഞ്ഞ ശരീരം, 5 അടി 3 ഇഞ്ച് ഉയരമുണ്ട്, ചുരുണ്ട മുടി. ഈ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുന്നവർ 9645694983 എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കേണ്ടതാണ്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റത്തിന്റെ സഹോദരൻ തൈമറ്റത്തിൽ ബൈജു ജേക്കബ് നിര്യാതനായി. സംസ്കാര ചടങ്ങുകൾ രാവിലെ 11 മണിക്ക് ഇടപ്പള്ളി തോപ്പിൽമേരി ക്വീൻ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. പോർട്ട് കൺട്രോൾ കൊടുങ്ങല്ലൂരും ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും സംയുക്തമായി ടൂറിസ്റ്റ് ബോട്ട് ചെക്കിംഗ് നടത്തി. ചെക്കിംഗിൽ വിവിധ ബോട്ടുകളിലെ നിയമലംഘനം കണ്ടെത്തി. ജമ്മു കശ്മീരിൽ അപകടത്തിൽ വീരമൃത്യു വരിച്ച കുന്നത്തൂർ സ്വദേശിയായ സൈനികൻ വിജയൻകുട്ടിയുടെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP.
പെരുമഴ ക്യാമ്പ് എന്ന പേരിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മഴ പഠന പരിസ്ഥിതി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 13, 14 തീയതികളിൽ ഇടുക്കി ചെറുതോണി കുലുമ്പൻ സമാധിക്ക് സമീപമുള്ള വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമിറ്ററിയിലാണ് ക്യാമ്പ് നടക്കുന്നത്. NSS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രവർത്തക സമ്മേളനം കൊട്ടാരക്കരയിൽ നടന്നു. 150ഓളം കരയോഗങ്ങളിൽ നിന്നായി 7000ഓളം പേർ പങ്കെടുത്തു. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ G. തങ്കപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നീലേശ്വരം NKBM ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ OP സേവനങ്ങൾ ഇനി മുതൽ ഓൺലൈൻ വഴി ലഭ്യമാകും. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനായി ലാപ്ടോപ്പുകളും പ്രിന്ററും ലഭ്യമാക്കിയത്. ഇനി പ്രധാന അറിയിപ്പുകൾ. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ഡെപ്യൂട്ടേഷൻ ഒഴിവുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകളിൽ തത്തുല്യ തസ്തികയിലുള്ള ജീവനക്കാർക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 30-നകം നൽകണം. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എഴുത്തു പരീക്ഷയുടെയോ അഭിമുഖത്തിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. കല്യാശ്ശേരി EK നയനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നു. യോഗ്യത ബിരുദാനന്തര ബിരുദം. ഉദ്യോഗാർത്ഥികൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. തിരുവനന്തപുരം കല്ലമ്പലം കാപ്പിൽ ഗവൺമെന്റ് LPSൽ ഫുൾ ടൈം അറബിക് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അടുത്ത യോഗം ജൂലൈ 3 രാവിലെ 11 മണിക്ക് വഴുതക്കാട് ട്രാൻസ് ടവറിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. യോഗത്തിന്റെ അജണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 25-നാണ് ഇന്റർവ്യൂ. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ നിയമനം. KSR 144 പ്രകാരമുള്ള അപേക്ഷ വകുപ്പ് മേധാവിയുടെ NOC സഹിതം ജൂലൈ 20 വൈകിട്ട് 5 മുൻപായി നൽകണം. VHSE 1ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി ഈ മാസം 21 വൈകിട്ട് 4 മണിക്ക് മുൻപായി അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി ദേശീയ വാർത്തകൾ. സ്വന്തമായി ആഴക്കടൽ ദൗത്യം നടത്തുന്ന 6ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്ര ഭൗമശാസ്ത്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഈ നേട്ടം കൈവരിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി. ഹിമാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം. ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസങ്ങളിലും സ്ഥിതി തുടരുമെന്ന് മുന്നറിയിപ്പ്. ബീഹാറിലെ മുസാഫർപൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ പീഡിപ്പിച്ച 9 പേർക്കെതിരെ കേസെടുത്തത് കോടതി നിർദ്ദേശത്തെ തുടർന്നെന്ന് ഡെപ്യൂട്ടി SP വിനീത സിൻഹ. പ്രതികൾ ഒളിവിൽ. ഗുജറാത്തിലെ ബറൂച്ചിൽ ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിൽ വ്യവസായങ്ങൾക്ക് ഭൂമി അനുവദിച്ചതിൽ അഴിമതി ആരോപണവുമായി ഗുജറാത്ത് കോൺഗ്രസ്. കേസ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം. ആരോപണങ്ങൾ തള്ളി BJP സർക്കാർ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ആശംസകൾ അറിയിച്ച് കോൺഗ്രസ് നേതാവ് അജയ് റായ്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുമെന്നും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നുമുള്ള വാർത്തയെ തുടർന്ന് നിരവധി നേതാക്കളാണ് ആശംസകൾ അറിയിക്കുന്നത്. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ കനത്ത മഴ. രാത്രി തുടങ്ങിയ മഴ തുടരുകയാണ്. രാജ്യാന്തര വാർത്തകൾ. US മാധ്യമപ്രവർത്തകനെ അടച്ചിട്ട വാതിൽ വിചാരണയ്ക്ക് തീയതി നിശ്ചയിച്ച് റഷ്യ. വിചാരണ ഈ മാസം അവസാനം നടത്തുമെന്ന് റഷ്യൻ കോടതി. 2023 മാർച്ചിൽ റഷ്യൻ പ്രതിരോധ സംരംഭത്തിൽ ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇവാൻ ഗർഷ്കോവിച്ചിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു.
ഇക്കഡോറിൽ മണ്ണിടിച്ചിലിൽ മരണം 8, 19 പേർക്ക് പരിക്ക്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ബനോസ് ഡിയഗ്വാസാന്തയിലെ റോഡ്വേ അടച്ചു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പന്നിയിറച്ചി ഇറക്കുമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ചൈന. കഴിഞ്ഞയാഴ്ച ബ്രസൽസ് ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അധിക നികുതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. യുക്രൈനിയൻ സൈനികരെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെക്ക് സൈനിക സൈറ്റിൽ സ്ഫോടനം. ഒരു സൈനികൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്ക്. കിഴക്ക് ഒലോമോക് നഗരത്തിനടുത്തുള്ള ലിബാവ സൈനിക പരിശീലന മേഖലയിലായിരുന്നു സ്ഫോടനം. റഷ്യക്കെതിരായ ഉപരോധം 1 വർഷത്തേക്ക് കൂടി നീട്ടി യൂറോപ്യൻ യൂണിയൻ. ക്രിമിയയെയും സെവാസ്റ്റോപോളിനെയും റഷ്യൻ ഫെഡറേഷൻ പിടിച്ചടക്കിയതിന് മറുപടിയായി ഏർപ്പെടുത്തിയ ഉപരോധം അടുത്ത വർഷം ജൂൺ 23 വരെ നീട്ടാനുള്ള തീരുമാനം യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അംഗീകരിച്ചു. ഓസ്ട്രേലിയക്കാർക്ക് വിസാരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്ത് ചൈന. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓസ്ട്രേലിയക്കാർക്ക് 15 ദിവസത്തെ വിസാരഹിത യാത്ര ചൈന വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ. റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ വേണ്ടത്ര പിന്തുണച്ചില്ലെങ്കിൽ ജർമ്മനിക്കും നാറ്റോയ്ക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലീന ബെർഫോക്കിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാനിൽ പോലീസ് വാഹനം മറിഞ്ഞ് 5 മരണം, 3 പേർക്ക് പരിക്കേറ്റു. ടയർ പൊട്ടി പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച നഴ്സസിനെ അഭിനന്ദിച്ച് ആരോഗ്യ മന്ത്രാലയം. മുബാറക് അൽ കബീർ അമീരി ആശുപത്രികളിൽ സന്ദർശനം നടത്തവേ ആരോഗ്യ മന്ത്രാലയത്തിലെ നഴ്സിംഗ് സേന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഇമാൻ അൽ അവദിയാണ് നഴ്സസിനെ അഭിനന്ദിച്ചത്. കുവൈറ്റിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കെട്ടിടങ്ങൾക്ക് മുന്നിൽ വലിച്ചെറിയരുത് എന്ന മുന്നറിയിപ്പുമായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി. നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് മുനിസിപ്പൽ നിയമം അനുസരിച്ച് പിഴ ചുമത്തും. മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ 49 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. വീണ്ടും ന്യൂസിലേക്ക് ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ ബാറ്ററികൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങി മഹീന്ദ്ര ഗ്രൂപ്പ്. ആഗോള ഓട്ടോമൊബൈൽ ഭീമനായ ഹോം ഗ്രൗണ്ടുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഭൂട്ടാനിൽ 570 മെഗാവാട്ട് ജലവൈദ്യുതി സ്ഥാപിക്കാൻ അദാനി ഗ്രൂപ്പ്. ഗൗതം അദാനിയും പ്രധാനമന്ത്രി ഷെരീക് ഡോബ്ഗയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ 3ാം ഘട്ടം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സൂചന. ജൂലൈയിൽ ബജറ്റ് അവതരണത്തിൽ 10,000 കോടി രൂപ വൈദ്യുത വാഹന മേഖലയ്ക്കായി നീക്കിവെക്കുമെന്നാണ് സൂചന. ആഗോള അണ്വായുധ ചെലവ് 2023 കഴിഞ്ഞ വർഷം 13% വർദ്ധിച്ച് $91.4 ബില്യൺ റിപ്പോർട്ട് പുറത്തുവിട്ട് ഇന്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ്. വന്ദേ ഭാരത് സ്ലീപ്പർ, വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളുടെ പരീക്ഷണോട്ടം ഓഗസ്റ്റ് പകുതിയോടെ തുടങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 2029ഓടെ 250 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഇൻഫ്രാ പ്രൊജക്ടുകൾ വിലയിരുത്തി നെറ്റ്വർക്ക് പ്ലാനിംഗ് ഗ്രൂപ്പ്. PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാനിന്റെ തത്വങ്ങൾക്കനുസൃതമായാണ് പദ്ധതികൾ വിലയിരുത്തിയത്. ഗുജറാത്തിലെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങി എസ്ലാർ ഗ്രൂപ്പ്. 30,000 കോടി രൂപയുടെ ജാംനഗറിലെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതി സ്ഥാപിക്കാനാണ് നീക്കം. ചൈനയെ മറികടന്ന UK ഇന്ത്യയുടെ 4ാമത്തെ വലിയ കയറ്റുമതി വിപണിയായി. UKയിലേക്കുള്ള കയറ്റുമതി മെയ് മാസത്തിൽ വർദ്ധിച്ച് $1.37 ബില്യൺ. കണക്കുകൾ പുറത്തുവിട്ട് വാണിജ്യ വകുപ്പ്. മുന്ദ്ര തുറമുഖത്തിന്റെ ശേഷി ഇരട്ടിയാക്കാൻ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡിന് അനുമതി. 4,500 കോടി രൂപയ്ക്കാണ് തുറമുഖത്തിന്റെ വിപുലീകരണം. മുന്ദ്രയുടെ ശേഷി 514 മില്യൺ ടണ്ണായി ഉയർത്തുമെന്ന് റിപ്പോർട്ടുകൾ. കായിക വാർത്തകൾ. യൂറോ കപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിന് നിറം മങ്ങിയ ജയം. ഓസ്ട്രിയയോട് ഒറ്റ ഗോളിന് കടന്നുകൂടി. സെൽഫ് ഗോളാണ് മുൻ ചാമ്പ്യന്മാരെ രക്ഷിച്ചത്. യൂറോ കപ്പിൽ ബെൽജിയത്തിന് ഞെട്ടിക്കുന്ന തോൽവി. എതിരില്ലാത്തൊരു ഗോളിന് സ്ലോവാക്യയോട് തോറ്റു.
യൂറോ കപ്പിൽ റൊമേനിയയ്ക്ക് തകർപ്പൻ ജയം. യുക്രൈനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് ഇന്ന് ആദ്യ മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കാണ് എതിരാളികൾ. യൂറോ കപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ തുർക്കി ജോർജിയയെ നേരിടും. രാത്രി 9:30 മത്സരം. T20 ലോകകപ്പിൽ ന്യൂസിലൻഡിന് ജയം. പാപ്പുവ ന്യൂഗിനിയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. 79 റൺസ് വിജയലക്ഷ്യം. 46 പന്ത് ബാക്കി നിൽക്കെ കിവികൾ മറികടന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ അപൂർവ റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലൻഡ് താരം ലോക്കി ഫെർഗൂസൺ. പാപ്പുവ ന്യൂഗിനിക്കെതിരെ എറിഞ്ഞ 4 ഓവറും മെയ്ഡ്. T20 ലോകകപ്പിൽ സൂപ്പർ 8 കാണാതെ പുറത്തായതിന് പിന്നാലെ പാകിസ്ഥാൻ ടീമിനെതിരെ രൂക്ഷ വിമർശനവുമായി പരിശീലകൻ ഗാരി കേസ്റ്റൺ. ടീമിൽ ഒത്തിണക്കമില്ലെന്നും ഇങ്ങനെയൊരു ടീമിനെ പരിശീലിപ്പിക്കേണ്ടി വന്നിട്ടില്ലെന്നും വിമർശനം. T20 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിനായി പരിശീലനം തുടങ്ങി ടീം ഇന്ത്യ. വ്യാഴാഴ്ചയാണ് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരം. ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ തോറ്റു പുറത്തായതോടെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ നടപടി. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ച നടൻ ദിലീപ്. എറണാകുളം കോലഞ്ചേരിയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സമ്മാനങ്ങളുമായി എത്തിയ ദിലീപിന്റെ ചിത്രം മഹേഷ് കുഞ്ഞുമോൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പുഷ്പ സെക്കൻഡിന്റെ റിലീസ് ഡേറ്റ് മാറ്റി അണിയറ പ്രവർത്തകർ. നേരത്തെ ചിത്രം ഓഗസ്റ്റ് 15 എത്തുമെന്നായിരുന്നു റിപ്പോർട്ട്. ഇപ്പോൾ റിലീസ് തീയതി മാറ്റിയിരിക്കുകയാണ്. ഡിസംബർ 6 ആയിരിക്കും പുഷ്പ സെക്കൻഡിന്റെ റിലീസ്. വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ പകർന്നാടിയ ദേവദൂതൻ വീണ്ടും റിലീസിംഗിനൊരുങ്ങുന്നു. 4K മികവിലുള്ള റീമാസ്റ്റർ പതിപ്പിന്റെ റിലീസ് ഉടനുണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആദ്യ റിലീസ് 2000-ലായിരുന്നു. ഇനി ഫാക്ട് ചെക്ക്. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മെസ്സേജ് വ്യാജം. വെയർഹൌസിൽ വന്നിരിക്കുന്ന പാഴ്സൽ ലഭിക്കാനായി അഡ്രസ് അപ്ഡേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ലിങ്ക് സഹിതം മെസ്സേജ് പ്രചരിക്കുന്നത്. അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ പോസ്റ്റ് സന്ദേശങ്ങൾ അയക്കാറില്ല. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. സ്പീക്കർ സ്ഥാനം നിലനിർത്താൻ BJP. സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 25-ന് നിർദ്ദേശിക്കും. 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുമായി BJP. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് 156 ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകൾക്കുള്ള ടെൻഡർ ലഭിച്ചു. നടപടി മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായി 90 ഇന്ത്യൻ സൈന്യത്തിനും 66 ഇന്ത്യൻ വ്യോമസേനയ്ക്കും വേണ്ടി നിർമ്മിക്കാൻ ടെൻഡർ നൽകി പ്രതിരോധ മന്ത്രാലയം. ഉത്തർപ്രദേശിലെ ബൽറാംപൂരിൽ 4 പെൺകുട്ടികൾ മുങ്ങിമരിച്ചു. അപകടത്തിൽപ്പെട്ടത് മുത്തശ്ശിയുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനെത്തിയ പെൺകുട്ടികൾ. ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷം മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ബീഹാറിൽ എയർ കൂളറുകൾക്കും ശീതള പാനീയങ്ങൾക്കും വില കൂടുന്നു. വിലയുയരുന്നത് സംസ്ഥാനത്തെ കൊടുംചൂടിന്റെ പശ്ചാത്തലത്തിൽ. വിപണിയിൽ എയർ കൂളറുകൾക്ക് 30 മുതൽ 50% വരെ വില വർധനവാണ് രേഖപ്പെടുത്തിയത്. ഖലിസ്ഥാൻ അനുകൂല ഭീകരൻ ഗുർപൻ സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നിഖിൽ ഗുപ്ത കുറ്റക്കാരനല്ലെന്ന US കോടതി. US ഫെഡറൽ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ജോർജിയയിൽ വീടിന് തീപിടിച്ച 6 പേർക്ക് ദാരുണാന്ത്യം. 5 പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ 6 വയസ്സ് മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ളവർ. ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി പ്രഭാത വാർത്ത ഗൂഗിൾ എത്തും. നമസ്കാരം.